നിമ്മി മാഡം എന്നോട് ക്ഷമിക്കണം. ഞാനൊരിക്കലും അനന്തവേട്ടനോട് അങ്ങനെ പറയില്ല. ഞാൻ ഞാൻ അനന്തവേട്ടന് വാക്ക് കൊടുത്തതാ പഠിക്കാൻ പൊക്കോളാന്ന്. എനിക്കിനി ആ വാക്ക് തെറ്റിക്കാനാവില്ല. എന്തു പറഞ്ഞടി? നിനക്കെന്നെ അനുസരിക്കാൻ വയ്യല്ലേ? വാക്ക് കൊടുക്കാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താണ് ഇതിന് മാത്രം ബന്ധം? നിന്നെ ഇന്ന് ഞാൻ തൊട്ടു പോകരുത് ജാനകിയെ. നിമ്മി, നിനക്കുള്ള മറുപടി വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു തന്നതല്ലേ. എന്നിട്ട് നീ എന്ത് ധൈര്യത്തിലാ ജാനകിയുടെ നേർക്ക് കൈ ഉയർത്തിയത്? അനന്തവേട്ട, ഞാൻ മിണ്ടി പോകരുത് നീ. എന്ത് ധൈര്യം ഉണ്ടായിട്ടാടി നീ അനന്തകൃഷ്ണന്റെ ഭാര്യയുടെ നേരെ കൈ ഉയർത്തിയത്? ജാനകി ഞാൻ താലി കെട്ടിയ പെണ്ണ, എന്റെ ഭാര്യ. ഭർത്താവ് ഭാര്യ പഠിപ്പിക്കാൻ വിടുന്നത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? നിനക്കെന്താ ഇവിടെ കാര്യം? നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എന്തുവാ? അനന്തവേട്ട ഇങ്ങനൊന്നും പറയല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി നിന്റെ ദുഷ്ടതരമായ ജാനകിയുടെ അടുത്തെങ്ങാനും വന്നാ നിന്റെ കവളിൽ ഈ അനന്തകൃഷ്ണന്റെ കൈ പതിയും. ആ ഒരു ചീത്തപ്പേര് നീയായിട്ട് എനിക്ക് വാങ്ങി തരരുത്. എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ നീ. ജാനകി, നിന്റെ വായിലെന്താ നാക്കില്ലേ അവളോട് രണ്ടെണ്ണം തിരിച്ചു പറയാൻ? അത് പിന്നെ അനന്തവേട്ട, ഞാൻ എനിക്ക് എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നും ഇല്ല. ധൈര്യമൊക്കെ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാ ജാനകി. ഒന്നും പ്രതികരിക്കാതിരുന്നാലും എല്ലാവരും തലേ കയറിയത് നിരങ്ങത്തേ ഉള്ളൂ. ഞാനിപ്പോ ഇങ്ങ് വന്നതുകൊണ്ട് തല്ല് കിട്ടാതെ ജാനകി രക്ഷപ്പെട്ടു. ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ കിട്ടിയ തല്ലും വാങ്ങി ഏതേലും മൂലയെ പോയിരുന്ന കരഞ്ഞേനെ. അല്ലേ ജാനകി? അത് അത് പിന്നെ അനന്തവേട്ട, ഞാൻ താനൊന്നും പറയണ്ട. പറയാൻ പോകുന്ന എന്താന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും തന്റെ പണി നടക്കട്ടെ. ഞാനൊന്ന് പുറത്തു പോയേച്ചും വരാം. ശരി അനന്തവേട്ട.